ഋഷികേശിലേക്കുള്ള യാത്രയിലാണ്. ഓട്ടോയിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ബസ്സിലാണ് വന്നതെങ്കിലും ഈ പ്രദേശത്തേക്ക് ബസ് എത്താൻ പ്രയാസമായതുകൊണ്ട്, അല്ലെങ്കിൽ ബസ് കൂടുതൽ ഇങ്ങോട്ട് എത്താൻ കഴിയില്ലാത്തത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഓട്ടോയിൽ 2-3 ഓട്ടോകളിലായിട്ടാണ് നമ്മുടെ സംഘം ഇപ്പോൾ ഋഷികേശിലേക്ക് പോകുന്നത്. നമുക്ക് ഋഷികേശിലെത്തിയതിന് ശേഷം ഋഷികേശിലെ വിശേഷങ്ങൾ അറിയാം. അലറിപ്പായുന്ന ഗംഗയ്ക്ക് കുറുകെ 1/2 കിലോമീറ്ററോളം നീളത്തിൽ ഉള്ള ഒരു പാലമാണിത്. 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 450 അടി നീളമുണ്ടെന്നാണ് പറയുന്നത്. ഈ 2 തൂക്കുപാലങ്ങളുണ്ട് ഇവിടെ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ലക്ഷ്മൺ സുലയും സ്വാതന്ത്ര്യാനന്തരം ശിവാനന്ദാശ്രമത്തിൻ്റെ കൂടി ശ്രമഫലമായി നിർമ്മിച്ച റാം സുലയും. സുല എന്നാൽ പാലം എന്നാണ് അർത്ഥം. ഞങ്ങൾ പാലത്തിലേക്ക് കടക്കുകയാണ്. ഐതിഹ്യ പഴമയിൽ ലക്ഷ്മൺ സുലയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. രാവണവധത്തിന്റെ പാപം കഴുകിക്കളയാൻ ഗംഗാ തീരത്തെത്തിയ രാമൻ ഗംഗയിൽ മുങ്ങവേ അനുജൻ ലക്ഷ്മൺ ഗംഗ മറികടന്നത് ഇന്ന് ഈ പാലം നിൽക്കുന്ന സ്ഥലത്താണെന്നാണ് ഒരു കണക്ക് വാങ്ങുന്നത്. ഇവിടെ പിന്നീട് 1869 ഒരു ചണക്കയർ കൊണ്ട് ഒരു പാലം നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചണക്കയർ കൊണ്ട് ഇവിടെ ഇത്രയും വലിയൊരു പാലം നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ നിർമ്മാണ വൈദഗ്ധ്യം എത്ര വലുതാണെന്ന് നോക്കണം. അങ്ങറ്റവും ഇങ്ങറ്റം പിന്നെ തൂണുകളിൽ നിർത്തിയിട്ട് ചണം കയറുകൊണ്ട് ഏകദേശം 450 അടി വലിയൊരു പാലം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ വളരെ മനോഹരമാണ്. എന്നാൽ ഇതാ ഈ ഗംഗയുടെ മനോഹരമായ ദൃശ്യവും കൂടി ഈ പാലം കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പകർത്തിക്കൊണ്ടായി. ഗംഗയുടെ അങ്ങേ കരയിലെ മലകളിൽ ഗംഗയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഋഷികേശിലെ ഗംഗയ്ക്ക് ഒരു വശത്തൂടെ ഗംഗ പോകുമ്പോൾ 3 വശങ്ങളിൽ വലിയ അമ്പരചുംബികളായ മലനിരകളാണ്. ആ മലനിരകൾക്ക് മധ്യത്താണ് ഈ ഗംഗ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നത്. ഏകദേശം 250-ലധികം കിലോമീറ്റർ ദൂരം ഒഴുകിയതിന് ശേഷമാണ് ഗംഗ ഋഷികേശിലെത്തുന്നത്. എന്തായാലും ഈ പാലത്തിന്റെ കഥ കൂടുതൽ നമുക്ക് പറയാം. 1869 ഉണ്ടാക്കിയ കയർ പാലത്തിന് ശേഷം 1924 ബ്രിട്ടീഷ് സർക്കാർ ആണ് ഈ കാണുന്ന ഇരുമ്പ് തൂക്കുപാലം നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യാതൊരു കുഴപ്പവും യാതൊരു പ്രശ്നവും ഇപ്പോഴും ആ പാലത്തിനില്ല എന്നതാണ്. ധാരാളം പേർ ഈ പാലത്തിലൂടെ കടന്ന് അപ്പുറത്ത് ഋഷികേശിന്റെ അപ്പുറത്തെത്തുന്നുണ്ട്. അവിടെ ആശ്രമങ്ങളുടെ ഒരു സമുച്ചയം തന്നെയാണ് അക്കരക്കര ഉള്ളത്. എന്നാലും ഇതിലെ നടക്കുമ്പോൾ പാലം ഉലയുന്നത് ഒരു അനുഭവം തന്നെയാണ്. താഴെ ആർത്തട്ടസിക്കുന്ന ആ മഹാഗംഗ, പിന്നെ അതുപോലെ തന്നെ പിന്നെ കാൽനട യാത്രയും പിന്നെ ഈ നാൽക്കാലികളും ഈ പാലത്തിൽ ഉണ്ട്. എന്തായാലും അത് വളരെ നല്ല ഒരു അനുഭവമാണ് ഈ പാലത്തിലൂടെ ഋഷികേശിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്നത്. ഒരു വശത്ത് ഗംഗ, മറുവശങ്ങളിൽ മലനിരകൾ. ഈ അഭൗമ പശ്ചാത്തലമുള്ള ഋഷികേശ് പ്രകൃതിയുടെ അനവധ്യ സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണെന്ന് പറയാതെ വയ്യ. തപസ് അനുഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് ഒരുപക്ഷെ നമ്മുടെ ഋഷിമാർ നിശ്ചയിച്ചതും ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്തായാലും പൗരാണിക കാലം തൊട്ട് തന്നെ ഋഷികേശിലെത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ധാരാളം ഓടുകയും ഇവിടെ വന്ന് തപസ് അനുഷ്ഠിക്കുകയും സന്യാസം സ്വീകരിക്കുകയും ധാരാളമാണ്. എന്തായാലും നമ്മൾ ഈ സുലകൾ, അതായത് റാം സുലയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പ്രകൃതിയുടെ മനോഹരം നമ്മൾ പോകുമ്പോൾ സന്ധ്യയോടടുത്ത സമയമായിരുന്നു. ഇപ്പോൾ സന്ധ്യ കൂടുതൽ പിന്നെ ഇരുട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങകലെ സൂര്യൻ ഈ ആൾക്കാർ പാലത്തിലൂടെ നടന്ന് ഇക്കരക്കരയിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സൂര്യൻ ഇങ്ങനെ പടിഞ്ഞാറെ ചക്രവാളത്തിൽ താഴാൻ പോകുന്നതിൻ്റെ മനോഹര ദൃശ്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഋഷികേശിലെ മനോഹര ദൃശ്യങ്ങളിൽ ഏറ്റവും ഒന്ന് എന്ന് എനിക്ക് തോന്നുന്നു. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.